الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ഹിദായത്ത് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അറിയുവാനും അള്ളാഹുവും റസൂലും അറിയിച്ചു തന്ന എല്ലാ സംഗതികളും വിശ്വസിച്ച് അംഗീകരിച്ച് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സാധിച്ചു എന്നത് വിലമതിക്കാനാവാത്ത നിഅമത്താണ്. ലോകത്ത് പലർക്കും കിട്ടാത്ത അമൂല്യമായൊരു നിധിയാണത്. ചില നബിമാരുടെ മാതാപിതാക്കൾക്കടക്കം അടുത്ത ബന്ധുക്കൾക്ക് പോലും കിട്ടാതെ പോയ ആ അനുഗ്രഹം നമുക്ക് കിട്ടിയപ്പോൾ നമ്മിൽ മഹാഭൂരിഭാഗവും അതിന്റെ വില അറിയുന്നില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ്. മനസ്സറിഞ്ഞ് നമുക്ക് പറയുവാൻ സാധിക്കണം, അൽഹംദുലില്ലാഹി അലാ മിന്നത്തിൽ ഈമാൻ. അള്ളാഹുവിന്റെ ഔദാര്യമായി സത്യവിശ്വാസം സ്വീകരിക്കുവാൻ എനിക്ക് തൗഫീഖ് കിട്ടിയതിൽ അള്ളാഹുവെ നിനക്ക് സർവസ്തുതിയും എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അതിന്റെ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ.
സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികൾ പരലോകത്ത് വച്ച് പറയുന്ന ഒരു സംസാരം പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിലെ 43-ാമത്തെ ആയത്തിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവർ ആ അനുഗ്രഹത്തിന്റെ സാക്ഷാത്കാരം, ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുമ്പോൾ മനസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന, വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അല്ലദീ ഹദാനാ ലിഹാദാ, ഞങ്ങളെ ഈ വഴിയിലേക്ക് നയിച്ച നിനക്കാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ സന്മാർഗത്തിൽ എത്തിപ്പെടുമായിരുന്നില്ല എന്നാണ് അവിടെ വെച്ച് പറയുന്നത്. അതേപോലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന ഭാഗത്ത് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായി കൂടെ നിന്നില്ലേ എന്നൊരു ദാക്ഷിണ്യം പോലെ, ഒരു ഔദാര്യം പോലെ, പ്രവാചകനോട് അങ്ങോട്ട് ചെയ്തു കൊടുത്ത എന്തോ വലിയ ഉപകാരം പോലെ പറഞ്ഞപ്പോൾ അള്ളാഹു ഇടപെട്ടുകൊണ്ട് തിരുത്തിയ ഒരു രംഗം അവിടെ വായിക്കുവാൻ സാധിക്കും. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമായത് പ്രവാചകരെ അങ്ങയോട് ചെയ്ത ഔദാര്യമായി അവർ എടുത്തു പറയുന്നു. എന്നാൽ ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാഹും, അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകി എന്നത് പടച്ചവൻ കാണിച്ച വലിയ ഔദാര്യമാണ്. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഷേഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യം, അള്ളാഹു നൽകിയതാണ് നമുക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അനുഗ്രഹങ്ങളും. നമ്മുടെ ആയുഷ്കാലം മുഴുക്കെ വിനിയോഗിച്ചാലും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇല്ലായ്മയും പരാതികളും പരിഭവങ്ങളും ഒക്കെ നമുക്ക് എത്ര കണ്ടു പറയാനുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്ത് അള്ളാഹുവിന്റെ വിശാലമായ നിഅമത്തുകൾ കാണുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ വമിന്നതുഹു അലൈഹിം ബിൽ ഈമാൻ, അള്ളാഹു നമുക്ക് സത്യവിശ്വാസം നൽകി എന്നത്, ഈമാൻ നൽകി എന്നുള്ള അനുഗ്രഹം അഅളമു മിൻ കുല്ലി ഷൈ, ബാക്കി എല്ലാറ്റിനേക്കാളും മഹത്തരമായ അനുഗ്രഹമാണ്. വലിഹാദാ ഖാല തആല, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. അവർ പ്രവാചകനോട് ചെയ്ത ഔദാര്യം എന്ന നിലയിൽ അവർ മുസ്ലിങ്ങളായി എന്നത് എടുത്തു പറയുന്നുവെങ്കിൽ പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നത് എന്നോട് കാണിച്ച ഔദാര്യമായി നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസം സ്വീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി എന്നത് പടച്ചറബിന്റെ അപാരമായ അനുഗ്രഹമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞത്. ആ അനുഗ്രഹത്തിന്റെ വിലയറിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നല്ല ശ്രദ്ധയും പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടാവും അത്തരം ആളുകൾക്ക്. അല്ലാത്തവർക്ക് എന്താ, അവര് സ്വാഭാവികമായി അങ്ങനെ ജനിച്ചപ്പോൾ ഒരു മുസ്ലിം മാതാവിന്റെയും പിതാവിന്റെയും കുട്ടിയായി ജനിച്ചു എന്നതിലപ്പുറം ആ ഉൾക്കൊണ്ട ആദർശത്തിന്റെയും ഈമാനിന്റെയും ഇസ്ലാമിന്റെയും വിലയറിയാത്ത ആളുകൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 2 രൂപ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ ദീൻ പണയം വെക്കാൻ, ദീൻ കൈയൊഴിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ എമ്പാടുമുണ്ട്. പടച്ചറബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് വിളിച്ചുകൊണ്ട് അന്ത്യോപദേശം നൽകുന്ന രംഗം ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഒക്കെ അവസാന ഘട്ടത്തിൽ അവരുടെ മക്കളോട് കൊടുത്ത വസിയ്യത്ത്, ഇത്ര ഏക്കറുകളുണ്ട്, ഇത്ര ബിൽഡിങ്ങുകളുണ്ട്, അത് നിങ്ങൾ നോക്കി നടത്തണം, അതിന്റെ വരുമാനത്തിൽ ഒന്നും കുറവ് വരുത്തരുത് എന്നുള്ള ഭൗതികമായ കാര്യങ്ങളല്ല. ഒരുപക്ഷെ നമുക്ക് പറയുവാനുള്ള വസിയ്യത്തുകൾ, അവസാനത്തെ ഉപദേശങ്ങൾ അതാണ് എങ്കിൽ അമ്പിയാക്കന്മാർ പറഞ്ഞത് പടച്ചറപ്പ് നിങ്ങൾക്ക് കനിഞ്ഞരുളി ഈ അനുഗ്രഹം കൈവിട്ടു പോകരുത് മക്കളെ എന്നതാണ്. അതുകൊണ്ട് ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നല്ല ശ്രദ്ധയും പ്രാർത്ഥനയും പരിശ്രമവും വേണ്ടതുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈമാനിന്റെ അഭാവത്തിൽ, ഈമാൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ടും നമുക്ക് രക്ഷയില്ല, സമ്പൂർണമായ പരാജയമായിരിക്കും ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം കർമ്മങ്ങളൊന്നും പടച്ചറബ് അവിടെ സ്വീകരിക്കുകയില്ല. നിരവധി ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിലെ ഒരു അധ്യായം, ഒരു ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്:
ബാബു ദലീലി അലാ അന്ന മൻ മാത അലൽ കുഫ്രി ലാ യൻഫഉഹു അമലുൻ. കുഫറിലായി കൊണ്ടൊരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ, സത്യവിശ്വാസം കൈയൊഴിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ലാ യൻഫഉഹു അമലുൻ, ഒരു പ്രവർത്തനവും അയാൾക്ക് ഉപകരിക്കുകയില്ല. അയാൾ ചെയ്ത കോടിക്കണക്കിന് സദഖയുണ്ടെങ്കിൽ, ദാനധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പാവപ്പെട്ട ആളുകൾക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്ത ആളാണെങ്കിൽ പോലും, ഈമാനിന്റെ അടിത്തറയിലല്ല ആ പ്രവർത്തനങ്ങളെങ്കിൽ പരലോകത്ത് അവ ഒന്നും ഉപകരിക്കുകയില്ല എന്ന കാര്യം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്തിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന അനസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിർ അൻ യഖൂൽ, പ്രവാചകൻ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ച റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ്. ഏതെങ്കിലും പ്രയാസങ്ങളുടെ, പരീക്ഷണങ്ങളുടെ പേരിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഫിത്നകളും വസ്വാസുകളുടെയും പേരിൽ, ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ മതം വേണ്ട എന്ന് പറഞ്ഞ് കൈയൊഴിച്ചു പോകുന്ന, വിശ്വാസവും ആദർശവും ഒക്കെ വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് സാന്ദർഭികമായി നമ്മളോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹിയുള്ള പ്രവാചകനാണ്. എന്നിട്ടും ധാരാളമായി ചോദിച്ചൊരു ചോദ്യം, റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ഹൃദയങ്ങളെ, മനസ്സുകളെ മാറ്റിമറിക്കുന്ന പടച്ച റബ്ബേ, എന്റെ ഹൃദയത്തെ വ്യതിചലിക്കാതെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ, അഥവാ മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായ രീതിയിൽ ഷിർക്ക് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഏതെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മുളയിലെ തന്നെ നുള്ളിക്കളയുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി പല സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ ധാരാളമായി അത്തരം സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹുനൈൻ യുദ്ധത്തിന് പോവുകയാണ്. അഥവാ ഹിജറ 8ാമത്തെ വർഷത്തിൽ നടക്കുന്ന ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ, മർറ ബിശജറത്തിൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾ ഒരു പ്രത്യേകത കൽപ്പിച്ചിരുന്ന മരത്തിന്റെ അടുത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടന്നു പോകുന്നു. യുഖാലു ലഹാ ദാതു അൻവാത്ത്, ദാതു അൻവാത്ത് എന്നാണ് അവർ അതിനിട്ടിരിക്കുന്ന പേര്. അഥവാ കുറെ കുളത്തുകളുണ്ട്, ചില്ലകളുണ്ട്. അതിൽ അവർ അവരുടെ ആയുധങ്ങൾ കൊണ്ടുപോയി കൊളുത്തും തൂക്കിയിടും. യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹു, അങ്ങനെ ആ ആയുധം എടുത്തുകൊണ്ടുപോയി യുദ്ധം ചെയ്താൽ അതിന് പ്രത്യേകമായൊരു കഴിവും പ്രത്യേകമായൊരു സിദ്ധിയും അനുഗ്രഹവും ഉണ്ട് എന്നതായിരുന്നു അവരുടെ വിശ്വാസം. ഇത് കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്തേക്ക് കടന്നു വന്ന ചില ആളുകൾക്കൊരു തോന്നൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഫഖാലു യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, മുശ്രിക്കുകൾക്ക് ഒരു ദാതു അൻവാത്ത് ഉള്ളതുപോലെ പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്ത്, ഒരു ഇസ്ലാമിക് ട്രീ, ഇസ്ലാമികമായിട്ടുള്ളൊരു ദാതു അൻവാത്ത് നിശ്ചയിച്ചു തരണം എന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതകരമായ സംഗതിയാണ് നിങ്ങൾ പറയുന്നത്. ഹാദാ കമാ ഖാല ഖൗമു മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞതുപോലെയുള്ള ഗുരുതരമായൊരു വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അള്ളാഹുവിന് പുറമെ കുറെ കുട്ടി ദൈവങ്ങൾ അവർക്കുള്ളതുപോലെ മൂസ ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് അവർ പറഞ്ഞതുപോലെയുള്ള ഗുരുതരമായ വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ചറബ് തന്നെയാണ് സത്യം. ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് വ്യതിചലിച്ചു പോയ, വടികേടിൽ അകപ്പെട്ടു പോയ ആളുകളുടെ പാത നിങ്ങൾ ഉറപ്പായും പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. അപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ബറക്കത്തോ അനുഗ്രഹമോ ലഭിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്? ഇലാഹാക്കി അതിനെ കാണുകയും
ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരുവാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനൂ ഇസ്രായേല്യർ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഗൗരവത്തോടുകൂടി ഉണർത്തുകയും ചെയ്തു. അവിടെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുദ്ധ സന്ദർഭത്തിലാണത്. യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾ, യുദ്ധമല്ലേ, തൽക്കാലം ഒന്ന് ക്ഷമിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ അവർക്ക് തൗഹീദും അഖീദയും ഈമാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം എന്നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്? അല്ലേ അല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കണമെങ്കിൽ, അതിനുള്ള അർഹത നാം നേടിയെടുക്കണമെങ്കിൽ ഈമാൻ ശരിയായിരിക്കണം. നമ്മുടെ വിശ്വാസം കുറ്റമറ്റതല്ല എങ്കിൽ ഇനിയും പീഡനങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്ത് ആൽ ഇംറാനിലെ 139 ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉന്നതന്മാരല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിന്റെ ഒരു മറുവശമുണ്ട് എന്നർത്ഥം. നമ്മൾ വേണ്ട പോലെ ഈമാനും ആദർശവും ഉൾക്കൊണ്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഉൾക്കൊണ്ടതുപോലെ. അതേപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലെ 51 ആയത്തിൽ പറഞ്ഞു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു. തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും സഹായിക്കുക തന്നെ ചെയ്യും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ഇഹലോക ജീവിതത്തിൽ. വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികളെല്ലാം നിലവിൽ വരുന്ന പരലോകത്തും അള്ളാഹു ആ സത്യവിശ്വാസികളെ ആദരിക്കും, സഹായിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വീണ്ടും പറഞ്ഞു സൂറത്ത് ഇബ്രാഹിമിലെ 27 ആയത്തിൽ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ശക്തമായ വചനങ്ങൾ മുഖേന ഉറപ്പിച്ചു നിർത്തും. അവർക്ക് ജീവിതത്തിൽ എത്ര തന്നെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാലും പടച്ചറബിനെ നിരക്കാത്ത, അല്ല ഇഷ്ടപ്പെടാത്ത ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ആ പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റിൽ പിഴുതു വീഴാത്ത, മറിഞ്ഞു വീഴാത്ത മരത്തെ പോലെ ഉറച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കും. യഥാർത്ഥ ഈമാനുള്ള ആളുകളെ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും അള്ളാഹു അവരെ സഹായിക്കും, അവരെ സ്ഥൈര്യം നൽകി ഉറപ്പിച്ചു നിർത്തും, പരലോകത്തും അവരെ സഹായിക്കും. അവിടെയെല്ലാം സത്യവിശ്വാസം സ്വീകരിക്കുക എന്നത് പ്രത്യേകം ആവർത്തിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈമാനിൽ നിന്ന് കുഫറിലേക്ക്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് വഴിതെറ്റുവാനുള്ള ഒരു സുപ്രധാന കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ, ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത് പോലെ തിരിച്ചറിയേണ്ടതുണ്ട്. അൽ ഗുലൂവു ഫിൽ അഷ്ഖാസ്, ചില വ്യക്തികളിലുള്ള അമിതമായ പുകഴ്ത്തലും അതേപോലെ തന്നെ അതിരുകവിച്ചിലും അത് ശിർക്കിലേക്കും കുഫറിലേക്കുമുള്ള വഴിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി, ഒരു ഗ്രാമീണനായ ഒരു വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കെ അയാൾ പറഞ്ഞു പ്രവാചകനോട്, യാ റസൂലല്ലാഹ് മാ ഷാ അല്ലാഹു വശിഅത, പ്രവാചകരെ അങ്ങും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അജഅൽതനി മഅ അല്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ എന്ന് ചോദിച്ച് തിരുത്തി കൊടുത്തു. മാ ഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ കാര്യങ്ങൾ നടക്കും, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ തൗഹീദിന് വരുന്നൊരു പോറൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചില്ല, വിട്ടുവീഴ്ച ചെയ്തില്ല, അതിനെ കണ്ണടച്ചില്ല എന്ന് നമുക്ക് ഇതുപോലെ നിരവധി സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ലോകത്ത് ശിർക്ക് ആദ്യമായി വന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന സ്വഹാബത്ത് ഉദ്ധരിക്കുന്നു, അൽ ഗുലൂവു ഫിൽ അഷ്ഖാസ്, വ്യക്തികളിലുള്ള അതിരുകവിച്ചിലാണ് എന്നുള്ള കാര്യം അവരെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. അതിലൂടെയാണ് ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യ വംശത്തിൽ തന്നെ ആദ്യമായി ശിർക്കുണ്ടാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ആരാധിച്ചിരുന്ന വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും ഒക്കെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. 71 അധ്യായം സൂറത്ത് നൂഹിന്റെ അവസാന ഭാഗത്ത് 23 ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ആ നാട്ടിലെ ആ കാലഘട്ടത്തിലെ ആളുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും, നിങ്ങളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹുകളെ നിങ്ങൾ കൈയൊഴിക്കരുത് എന്നവർ പറഞ്ഞു.
വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. ഈ പറഞ്ഞ ഒന്നിനെയും നിങ്ങൾ കൈയൊഴിക്കരുത് എന്നാണ് അവർ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗഹീദി പ്രഭാഷണത്തിന് ഗണ്ണനം എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തത്. ആരായിരുന്നു വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും ഒക്കെ? അവർ മോശപ്പെട്ട ആരെങ്കിലുമാണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ പ്രാർത്ഥനക്കും അതേപോലെ തന്നെ ആശീർവാദങ്ങൾക്കും അനുഗ്രഹീതനായ അതല്ലെങ്കിൽ പാത്രീഭൂതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹിയ അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ മിൻ ഖൗമി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിലെ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരുടെ പേരാണ് വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. ഇവരൊന്നും മോശപ്പെട്ട ആളുകളല്ല, അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. ഫലമ്മാ ഹലകൂ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം. അവര് മരണപ്പെട്ടു പോയപ്പോൾ പിശാചുക്കൾ ആ ജനതയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർക്ക് ദുർബോധനം നൽകി. അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലത്തി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബ. ആ മഹാന്മാർ അവരുടെ നിന്ന് വിട്ടൊഴിഞ്ഞു പോയപ്പോൾ, മരിച്ചു പോയപ്പോൾ അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ അവർ സങ്കടപ്പെട്ടു, അവർ വല്ലാതെ വിഷമിച്ചു. അപ്പോൾ പിശാച് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, നിങ്ങൾ ചില പ്രതിഷ്ഠകൾ ഉണ്ടാക്കുക, ആ മഹാന്മാരുടെ രൂപത്തിൽ നിങ്ങൾ ചില ബിംബങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് വസമ്മൗഹാ ബി അസ്മാഇഹിം, അവരവരുടെ പേര് ഇതിനിട്ടു. വദ് എന്നും സുവാ എന്നും അതേപോലെ തന്നെ യഗൂസ് എന്നും യഊഖ് എന്നും നസ്ർ എന്നും ഒക്കെ ഈ വിഗ്രഹങ്ങൾക്ക് പേരിട്ട് അവർ വലിയ ഭക്തിയോടുകൂടി ആദരിച്ചു വന്നു. ഒരിക്കൽ പോലും ഒരു പ്രയാസഘട്ടത്തിൽ അവർ അതിനെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല ആദ്യഘട്ടത്തിൽ. അങ്ങനെ ആ പിശാചിന്റെ ഉപദേശവും ഉത്ബോധനവും കേട്ട് അവരങ്ങനെ ചെയ്തു. ഫലം തുഅബദ്, ആ വിഗ്രഹങ്ങളൊന്നും ആരാധിക്കപ്പെട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈ, എന്നാൽ ആ തലമുറ മരിച്ചു തീർന്നപ്പോൾ വതനസ്സഖൽ ഇൽമു, അവരെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് അവരിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ, ഇല്ലാതെയായപ്പോൾ ഉബിദത്ത്, പിന്നീട് ആ വിഗ്രഹങ്ങൾ, ആ മനുഷ്യന്മാരുടെ പേരിൽ നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടു തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ശിർക്ക് എന്ന് പറയുന്ന അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ അപരാധം സംഭവിക്കുന്നത് എന്ന് നമുക്ക് കിതാബുകളിലൂടെ തന്നെ കാണുവാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇബ്നു ജരീർ അത്ത്-തബരി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മുഫസ്സിരീങ്ങൾ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ശിർക്ക് വരുവാനുള്ള കാരണം മഹാന്മാരോടുള്ള അമിതമായ സ്നേഹവും അതിർകവിച്ചിലുമായിരുന്നു എന്നാണ് സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും. സ്വർഗം എന്നേക്കുമായി നിഷിദ്ധമായി തീരും, നരകമായിരിക്കും പിന്നെ അത്തരത്തിലുള്ള ആളുകളുടെ വാസസ്ഥലം. ഖുർആൻ ശക്തമായി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും ശിർക്കോടുകൂടി തൗഹീദിന് വിരുദ്ധമായ ജീവിതം നയിച്ച് മുശ്രിക്കായി മരിച്ചു പോയാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗം എന്നേക്കുമായി ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇനി ആരൊക്കെ വക്കാലത്ത് പറഞ്ഞാലും ആ സ്വർഗത്തിലേക്ക് നടക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. വമഅവാഹുൻ നാർ, നരകമായിരിക്കും അവരുടെ മടക്കസ്ഥാനം, അവരുടെ സങ്കേതം. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അത്തരം അക്രമികൾക്ക്, ലാലിമീങ്ങൾക്ക് ഒരു സഹായിയെയും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ തീർത്തു പറഞ്ഞതാണ് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്തിലൂടെ. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ 3-ാം അധ്യായം സൂറത്ത് ആലിംറാനിന്റെ ആദ്യ ഭാഗത്ത് 8-ാമത്തെ വചനത്തിൽ വിശ്വാസികൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഉ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ, ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ നീ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചതിന് ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് ദാനമായി ഔദാര്യമായി ഇനിയും തന്നുകൊണ്ടിരിക്കണമേ, ഇന്നക അൻതൽ വഹാബ്, നീ ധാരാളമായി ഔദാര്യമായി അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ്. അതുകൊണ്ട് പടച്ചറബിനോട് ഈ വലിയ അനുഗ്രഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ,
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നിത്യേന നമ്മൾ പടച്ച റബ്ബിനോട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അതിന്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു സത്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആ രീതിയിൽ നമ്മൾ വ്യതിചലിച്ചു പോകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു സത്യപാതയിലൂടെ സഞ്ചരിച്ച് അമ്പിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്ത പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പും അതേപോലെ ഒരു പ്രവചനം കൂടിയായി ഹദീസുകളിൽ വന്നൊരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ, വിഭാഗങ്ങൾ ബഹുദൈവാരാധകരുമായി ബന്ധപ്പെടുന്നതുവരെയും വഹത്താ യഅബുദുൽ ഔസാൻ, അങ്ങനെ ബഹുദൈവാരാധകരുമായി അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടെ നിന്ന് പകർന്നെടുത്ത് ഇവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരേക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ് ഇമാം അബൂദാവൂദ്, ഇമാം തുർമദി റഹിമഹുമുല്ലാഹ് ഒക്കെ ഉദ്ധരിച്ച പ്രബലമായൊരു ഹദീസിലുള്ളത്. ഇതുപോലെയുള്ള പല ഹദീസുകളും വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഒരു അതിശയോക്തിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ഗൗരവത്തിൽ ഉണർത്താൻ ആലങ്കാരികമായി പറഞ്ഞു പോയതായിരിക്കും എന്നൊക്കെ തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ ദീനീ പ്രഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊക്കെ കേട്ടിരിക്കും. പച്ച മലയാളത്തിൽ ചില ആളുകൾ പറഞ്ഞതും എഴുതിയതുമൊക്കെ. CM മടവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ആ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഏത് ലെവലാണ് എന്നുള്ള കാര്യം പോലും കൃത്യമായി നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തുമാകട്ടെ, ഏറി വന്നാൽ ഒരു നബിയൊന്നും അല്ലല്ലോ, ഒരു നല്ല മനുഷ്യനാണ് എന്ന് മാക്സിമം നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. അങ്ങനെയുള്ള ആ വ്യക്തിയെ സംബന്ധിച്ച് പല ആളുകളുടെയും മനസ്സിലുള്ള വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോഴൊക്കെ എഴുതി വെക്കാറുമുണ്ട്. ഈ CM ഈ വാഹനത്തിന്റെ ഐശ്വര്യം, CM മടവൂർ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നത് വലിയ ഭക്തിയോടുകൂടി. മറ്റു മതസ്ഥർ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നത് പോലെ സമാനമായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വാചകങ്ങളോട് എത്ര കണ്ട് സമൂഹം ചാണിന് ചാണായി പിന്നാലെ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പിന്നെ അവിടെ നിന്ന് വിട്ട് മുദബ്ബിറുൽ ആലം, എന്താണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ? ജഗന്നിയന്താവ് എന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞതുപോലെ സർവ്വ ലോകങ്ങളും നിയന്ത്രിക്കുന്നവൻ. നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെ വക്കയെന്ന് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കിനോട്, സാക്ഷാൽ അബൂജഹലിനോടും ഉത്ബത്തിനോടും ഷൈബത്തിനോടും വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ബദറും ഉഹദും ഒക്കെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നടത്തിയ എതിർപക്ഷത്തുള്ള ആളുകളോട് മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാൽ, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ല തന്നെയാണ് എന്ന് അവർ നിസ്സംശയം ഉറപ്പിച്ച് തറപ്പിച്ചു പറയും. ആ കൂട്ടത്തിലാണ് ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയുന്നത് മുദബ്ബിറുൽ ആലം, ജഗന്നിയന്താവ് CM ആണ്, CM മടവൂരാണ്.
അവിടെ നിന്നും പോയിട്ട് പിന്നെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ അടുത്തിറങ്ങിയ പാട്ട്, അതാണ് ഇപ്പോൾ വീണ്ടും അത് സജീവമായി ചർച്ചയ്ക്ക് വരുവാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഞങ്ങളുടെ പടച്ചോൻ CM മടവൂരാണ്. നഊദു ബില്ലാഹ്. ഈ പറയുന്ന ആളുകൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയുന്ന ആളുകൾ പച്ചക്ക് വിളിച്ചു പറയുകയാണ്. അതിന്റെ പേരിൽ പാട്ട് എഴുതി പാടി അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ ഉമ്മത്തിലുണ്ട് എന്നത് എത്രമാത്രം ദുര്യോഗമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്ന് രക്ഷപ്പെടുവാനും ഈ തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇനി ഉരുൾപൊട്ടലല്ല, അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ വന്നില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. വയനാടും അതേപോലെ തന്നെ നിലമ്പൂരും ഒക്കെ സംഭവിച്ച, പോത്തുകല്ലിലും ഒക്കെ സംഭവിച്ച അപകടങ്ങളും ദുരന്തങ്ങളും കാണുമ്പോൾ നമ്മൾ അതിന്റെ മറുവശങ്ങൾ കാണാതെ പോകരുത്. പടച്ചറബ് സർവശക്തനായ അള്ളാഹു ഇടപെട്ടുകൊണ്ട് ഇടുത്തി ഇറക്കി കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് അതിന് അർഹരാണ് എന്ന് ഓരോ സമയവും വിളിച്ചു പറയുന്നത് പോലെ ചില ഇസ്തിരിയിട്ടം കേമന്മാരുണ്ട് ഈ സന്ദർഭത്തിൽ. ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോഴും ഇവർക്ക് ഖുത്ബയിലും അതേപോലെ പൊതുസമൂഹത്തിലും പറയാനുള്ളത് ഈ വിഷയങ്ങളൊക്കെയാണോ എന്ന്. ഈ വിഷയങ്ങളല്ലാതെ പിന്നെ എന്താണ്? ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചെറിയ ഒരു ലാഞ്ചന കണ്ടപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ ഹദീസാണ് നമ്മൾ കേട്ടത്. അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് നിശ്ചയിച്ചു തരൂ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ നോക്കാം പിന്നെയാകട്ടെ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലെങ്കിൽ യുദ്ധം കഴിയട്ടെ, സമാധാനത്തിൽ തൗഹീദ് പഠിപ്പിക്കാം എന്നല്ല. അവിടെ തന്നെ ചികിത്സിക്കേണ്ടിടത്ത് മർമ്മം നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചു. പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ഖൗമ് പറഞ്ഞതുപോലെ കുഫറിന്റെ ശിർക്കിന്റെ ഗുരുതരമായ ഒരു വാക്കാണ് നിങ്ങൾ സംസാരിച്ചത്, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ് തിരുത്തിയതുപോലെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഇസ്തിരിക്കുട്ടപ്പന്മാരെ നമുക്ക് വേണ്ടതില്ല. ദീൻ പച്ചയായി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും കടന്നു വരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നേരത്തെ നമ്മൾ കേട്ട അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ എന്ന ഹദീസിന്റെ ചുവടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ അബൂബക്കർ, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗൗരവത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ വീഴുന്നത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഗുരുതരമായ പാതകമായിരിക്കും അതിലൂടെ സംഭവിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്ത് ആ വാചകങ്ങൾ ആവർത്തിച്ചിട്ട് പറഞ്ഞു, അലാ അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഫഅൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾ പ്രാവർത്തികമാക്കി അതിന്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ശിർക്കിന്റെ ചെറുതും വലുതുമൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം നൽകും. നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൂടി പഠിപ്പിച്ചു തരികയാണ്. ഖുൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, കാവലിനെ തേടുന്നു. അൻ ഉശ്രിക ബിക, ഞാൻ നിന്നിൽ പങ്കുചേർക്കുന്നതിനെ തൊട്ട്. വഅന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട്. അള്ളാഹുവിൽ ആരെയെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ട് പങ്കുചേർക്കുന്നതിൽ നിന്ന് പടച്ചവനെ നീ എന്നെ കാക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ വല്ലതും അത്തരത്തിൽ വന്നു പോകുന്നതിൽ നിന്ന് പടച്ച റബ്ബേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് ആ തൗഹീദിനെ പോറലേൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഷിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാറ്റിൽ നിന്നും അള്ളാഹു കാവൽ നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. നമ്മുടെ ഉമ്മത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആരൊക്കെ എങ്ങനെ പോയാലും എനിക്ക് പ്രശ്നമല്ല എന്നല്ല, നമുക്കും പ്രശ്നമാണ്, അവർക്കും പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശരിയായ വിശ്വാസവും അഖീദയും ആദർശവും ഒക്കെ പഠിച്ചു മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, അവസാനത്തെ ശ്വാസം വലിക്കാൻ നമുക്ക് തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. നമുക്ക് സാമ്പത്തികമായി പ്രയാസങ്ങൾ ഉണ്ടാകും, മക്കളെ കെട്ടിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഓർത്ത് വിഷമങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ്
അതൊരു 10 പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 100 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ് റബ്ബ് നൽകിയ ഹിദായത്തും ഈമാനും കൈമോശം വന്നു പോകാതിരിക്കുവാനുള്ള പ്രാർത്ഥന. കാരണം ഇവിടെ നിന്ന് ശ്വാസം നിലച്ചാൽ നമുക്ക് വില മനസ്സിലാകുന്നത് അതിനായിരിക്കും. അതുവരെയും നമ്മൾ സമ്പാദിച്ചത് നമ്മുടെ മക്കൾക്കും ബന്ധുക്കൾക്കും അടികൂടുവാനും വിട്ടുകൊടുക്കുവാനും ഒക്കെയായി അവരെ അങ്ങ് സൈഡാക്കി നമ്മുടെ 3 കെട്ടും കെട്ടി കൊണ്ടുപോയി കബറിലേക്ക് വെച്ചാൽ അവിടെ ചോദ്യമുണ്ടാകും, ആരാണ് നിന്റെ റബ്ബ്? അള്ളാഹിനെ പറ്റി നിനക്ക് പറയാനുള്ളത് എന്താണ്? റസൂലിനെ സംബന്ധിച്ച് നീ എന്താണ് കേട്ടത് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അള്ളയാണ്, എന്റെ റസൂൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഇമാമ ഖുർആനാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് നമ്മുടെ ആശയമായ ആദർശമായി മാറേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും അല്ലാഹുമ്മ ഗഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.